ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്? ഈ വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് നമ്മുടെ ലംഘനങ്ങൾ, നമ്മുടെ കുറവുകൾ, ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യനോടുള്ള ബന്ധത്തിലും എന്തെങ്കിലുമൊക്കെ കുറവ് നമുക്കുണ്ടാകാം, ഇല്ലേ? നമ്മുടെ കുറവുകളും ലംഘനങ്ങളും ദൈവത്തിനും അറിയാം, നമുക്കറിയാം. ഈ ലംഘനങ്ങളും കുറവുകളും മറച്ചു വെക്കാൻ പാടില്ല. നമ്മുടെ തെറ്റുകളും കുറവുകളും ഒരിക്കലും നമ്മൾ മറച്ചു പിടിക്കരുത്. ചില ആളുകൾ എന്ത് തെറ്റ് ചെയ്താലും അവർക്ക് കുറ്റബോധമില്ല, അത് മറച്ചു പിടിക്കവര്. അങ്ങനെയുള്ളവർക്ക് എന്ത് കിട്ടില്ല? ശുഭം വരികയില്ല എന്നാണ് വചനം പറയുന്നത്. തുടർന്ന് പറയുന്നു, അവയെ, നമ്മുടെ കുറവുകളും തെറ്റുകളും പാപങ്ങളും അറിഞ്ഞും അറിയാതെ ഒക്കെ വന്നിട്ടുണ്ടാകും, അതെല്ലാം അവയെ ഏറ്റുപറയുന്നവന് കരം ലഭിക്കുന്നതാണ്. ചിലർ ഏറ്റുപറയും, ഞാൻ ഇന്ന തെറ്റ് ചെയ്തു കർത്താവേ, ഇന്ന തെറ്റ്, ഇന്ന കുറവുകൾ എനിക്കുണ്ടായി എന്ന് പറയും, ഏറ്റുപറയും. പക്ഷെ അവരത് വിടില്ല. അത് ശരിയല്ല. അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും. അപ്പൊ ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നത്? തങ്ങളുടെ ലംഘനങ്ങളെ മറച്ചു പിടിക്കാതെ അവയെ കർത്താവിന്റെ മുൻപാകെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം സ്വർഗം തുറന്നു കേൾക്കുമെന്ന്. യോനയോട് കർത്താവ് പറഞ്ഞു, നീനവിലുള്ള ജനങ്ങളെല്ലാം പാപത്തിൽ ജീവിക്കുകയാണ്, നീ നീനവയ്ക്ക് വിരോധമായി പ്രവചിക്കണം, നാശം വരാൻ പോകുന്നു എന്ന് പ്രവചിക്കാൻ പറഞ്ഞു. പുള്ളിക്കാരൻ ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചില്ല. അദ്ദേഹം തർസീസിലേക്ക് പോയി. ഒരു കപ്പലിലാണ് പോണത്. ആ കപ്പലിൽ പ്രശ്നങ്ങളുള്ള ഉണ്ടായ കാര്യമൊക്കെ നമുക്കറിയാം. അവസാനം ഇവനെ പിടിച്ചെങ്ങോട്ടിട്ടു? കടലിലേക്കിട്ടു. ഒരു കടലാന വന്ന് ഇവനെ വിഴുങ്ങി. ആ കടലാനയുടെ വയറ്റിൽ കിടന്നപ്പോൾ അപ്പോഴാണ് തനിക്കൊരു മാനസാന്തരത്തിന്റെ അനുഭവം ഉണ്ടായത്. അതുവരെ ആ കപ്പലിലായിരുന്നപ്പോഴും കപ്പലിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഈ മനുഷ്യൻ എന്തുണ്ടായില്ല? മാനസാന്തരം ഉണ്ടായില്ല. തന്റെ ലംഘനങ്ങൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചില്ല. എന്നാൽ കടലാനയുടെ വയറ്റിൽ കിടന്ന് മുന്നോട്ട് പോയപ്പോൾ ഇയാള് തന്റെ ലംഘനങ്ങൾ ഓരോന്നായി കർത്താവിന്റെ മുൻപാകെ ഏറ്റുപറഞ്ഞുപേക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഏറ്റുപറഞ്ഞ് തന്റെ ലംഘനങ്ങളെ ഉപേക്ഷിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ഈ മനുഷ്യനെ കടലാന കടൽ തീരത്ത് കൊണ്ടുപോയി ഛർദ്ദിച്ചിട്ടു. ദൈവത്തിന്റെ പ്രവൃത്തി, പദ്ധതി നടപ്പിലാക്കുവാൻ ഈ മനുഷ്യനെ ഉപയോഗിച്ചു. യോനക്കും വിടുതലായി, നീനവക്കാർക്കും വിടുതലായി. എപ്പോൾ? തങ്ങളുടെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് അവിടെ വിടുതലുണ്ടായത്. അങ്ങനെയെങ്കിൽ ആരുടെ പ്രാർത്ഥന ദൈവം കേൾക്കും? നമ്മുടെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും 100% ഉറപ്പായിട്ട് പറയട്ടെ, ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ തടയാൻ പറ്റില്ലെന്ന്. നമുക്ക് ലഭിക്കേണ്ട ഉത്തരം നമുക്ക് തന്നെ ലഭിച്ചിരിക്കും. അതുകൊണ്ട് നമ്മളും അപ്രകാരം പ്രാർത്ഥിച്ചു മുന്നേറുവാനുള്ള ഒരു മനസ്സും സമർപ്പണവും നമുക്കുണ്ടാകട്ടെ.